ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു ചെറിയ ചിന്തയുമായിട്ടാണ് ഇന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ചാൾസ് ഫുള്ളർ എന്ന ഒരു പട്ടക്കാരൻ ഞായറാഴ്ച രാവിലത്തെ തൻ്റെ പ്രസംഗത്തിനിടയിൽ ഇപ്രകാരം പറഞ്ഞു: പ്രിയമുള്ളവരെ, അടുത്ത ഞായറാഴ്ച എൻ്റെ പ്രസംഗ വിഷയം സ്വർഗത്തെപ്പറ്റി ആയിരിക്കും. ആളുകളെല്ലാം വളരെ ആകാംക്ഷയോടെ അടുത്ത ഞായറാഴ്ചത്തെ പ്രസംഗത്തിനായി കാത്തിരുന്നു. എന്നാൽ ആ ആഴ്ചയിൽ തൻ്റെ ഇടവകയിലെ ഒരംഗം ചാൾസ് ഫുള്ളറിന് ഒരു കത്തെഴുതി. അതിപ്രകാരമായിരുന്നു: താങ്കൾ സ്വർഗത്തെപ്പറ്റിയാണല്ലോ അടുത്ത ഞായറാഴ്ച പ്രസംഗിക്കുവാൻ പോകുന്നത്. ആ സ്ഥലത്തെപ്പറ്റി കേൾക്കുവാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. കഴിഞ്ഞ 25 വർഷമായി എൻ്റെ പേരിൽ സ്വന്തമായി കുറച്ച് സ്ഥലം അവിടെയുണ്ട്. അത് ഞാൻ വില കൊടുത്ത് വാങ്ങിയതല്ല, ദാനമായി എനിക്ക് ലഭിച്ചതാണ്. എന്നാൽ എനിക്ക് ദാനമായി തന്ന വ്യക്തി വലിയ ത്യാഗവും വിലയും കൊടുത്താണ് എനിക്ക് വേണ്ടി അത് വാങ്ങിയത്. വില കൂടുമ്പോൾ ലാഭമുണ്ടാക്കാനായി ആ സ്ഥലം മറ്റാർക്കും കൈമാറ്റം ചെയ്യുവാനും എനിക്ക് സാധ്യമല്ല. എനിക്കായി ഒരു കെട്ടിടത്തിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പണിയാനുള്ള സാധനങ്ങൾ ഞാൻ ഇവിടെ നിന്നും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അഖിലാണ്ടത്തെ ചമച്ചവൻ തന്നെയാണ് അവിടെ എൻ്റെ വീട് പണിയുന്നത്. ആ വീട് ഒരിക്കലും നശിച്ചു പോവുകയില്ല. ഓരോ വർഷം കഴിയും തോറും പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിന് യാതൊരു തകരാറും സംഭവിക്കുകയുമില്ല. കാരണം അത് പണിതിരിക്കുന്നത് ശാശ്വത പാറയിന്മേലാണ്. എൻ്റെ ആ വീടിൻ്റെ പണി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു. നിത്യമായ ആ വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ ഇനിയും അധിക കാലം വേണ്ടിവരില്ല. എന്നാൽ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഒരു താഴ്വര കടക്കാതെ അവിടേക്ക് ചെല്ലുവാൻ സാധ്യമല്ല. ആ താഴ്വര കടക്കുവാൻ എനിക്കൊട്ടും ഭയവുമില്ല. കാരണം എനിക്ക് മുമ്പായി എൻ്റെ ഉറ്റ സ്നേഹിതൻ അവിടെ കടന്നുപോയിട്ടുണ്ട്. അവിടെയുള്ള ദുഃഖവും നിരാശയും താൻ തുടച്ചു മാറ്റിയിരിക്കുകയാണ്. ആ കർത്താവ് എന്നോടുകൂടെ യാത്ര ചെയ്യുന്നു. ഏകദേശം 25 വർഷക്കാലമായി എൻ്റെ വീട്ടിലേക്കുള്ള യാത്രയ്ക്കായി ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച അച്ഛൻ്റെ പ്രസംഗം കേൾക്കുവാൻ ഞാനിവിടെ കാണുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയെങ്കിൽ ഒരു ദിവസം ആ മനോഹര ദേശത്ത് വച്ച് നമുക്കൊരുമിച്ച് കാണാം. ഇങ്ങനെ എഴുതി കത്ത് അവസാനിപ്പിച്ചു. ആ മനുഷ്യൻ്റെ ചിന്തകൾ എത്ര വിശാലമാണ്! താൻ തൻ്റെ സ്വർഗവീട്ടിലേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. എത്ര നല്ല പ്രത്യാശ! എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രത്യാശ നിങ്ങൾക്കുണ്ടോ? ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുവാനും നിത്യതയിലേക്ക് പ്രവേശിക്കുവാനും നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ദൈവം ശില്പിയായി അടിസ്ഥാനമുള്ളൊരു കെട്ടിടം
സ്വർഗത്തിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവിൻ്റെ ഭവനത്തിൻ്റെ പണി ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ കർത്താവ് തൻ്റെ പ്രിയരെ ചേർക്കുവാൻ വേഗത്തിൽ ഇതാ വരുവാൻ പോവുകയാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ ലോകത്തിൻ്റെ സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ വിളിച്ചറിയിക്കുകയാണ്. ഈ സമയത്ത് ആ കർത്താവിൻ്റെ കൂടെ പോകുവാൻ, ആ കർത്താവിൻ്റെ നിത്യമായിരിക്കുന്ന വാസസ്ഥലത്ത് വസിക്കുവാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ഇല്ല എങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയോടെ ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ. അതിനായിട്ട് ഒരുക്കുമാറാകട്ടെ. ഈ ദൈവികമായ ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധിയായും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.